1 കിലോ അരി, 250 എണ്ണ, 100 മുളക്, 50 മല്ലി, 1 അവർ കടു, 1 തീപ്പെട്ടി. 1 കിലോ അരി, 250 എണ്ണ. പിന്നെ ഇപ്പൊ ഞാൻ പൊട്ടിക്കോളാം. അയ്യോ നീ പൊട്ടിച്ചില്ലല്ലേ. ഒരു കടു, 1 തീപ്പെട്ടി. 1 കിലോ അരി, 250 എണ്ണ. എന്റെ പൂട്ടി കണ്ടില്ല. അതോടക്കണം. ഇനി എന്റെ കളിയേ. ആ ചക്കി നിനക്ക് മുട്ടായി വേണോടി. നമ്മളിന്ന് ഗുണ്ടമ്മക്കടെ പോയപ്പോ മേടിച്ചാണ്. എന്നാ നിനക്ക് ചിത്രശലമാണ്. കൊക്ക് എന്റെ കിളിയാണ് കിളി. എടാ നിന്റെ കിളീനെ എനിക്ക് തരോടാ. ഞാൻ തിന്നിട്ടേ എന്റെ ചിത്രശലഭത്തിന് നിനക്ക് തരാം. തരോ? എന്നാടി എന്റെ ഒരു കാണ്ടാമൃഗമുണ്ട്, ഒരു ആനയുണ്ട്. ഇത് നീ എടുത്തോ. എന്നാ എന്റെ കൊക്കിനെ അങ്ങോട്ട് എടുത്തോ. എടാ എനിക്ക് കടയിൽ പോണോടാ. ഞാൻ കടയിൽ പോയിട്ട് വേഗം വരാം. എന്നിട്ട് നമുക്ക് കളിക്കാം. ചിത്രശലഭ. ഒരവർ അരി, 250 തീപ്പെട്ടി, അല്ല 100 തീപ്പെട്ടി, 1 അവർ മുളക്. അയ്യോ എനിക്ക് നമ്മന്റെ കിട്ടും എല്ലാം തരും. ഞാൻ പറ്റി എന്റെ പേര് ഇവിടെ എഴുതി പണക്കെട്ടാട്ടുണ്ടോ? നിങ്ങൾക്കൊരു കാര്യം കാണോ? ഞാൻ കൊണ്ടുവന്നടാ. എനിക്കറിയാം ഉലോസുണ്ടല്ലേ. നിന്റെ അച്ഛനല്ല കടയിൽ നിന്ന് മേടിച്ചോണ്ടോ ഞാൻ കണ്ടായിരുന്നു. നീ നമ്മക്കൂടെ കൊണ്ടുവന്നല്ലോ. ഓ നിനക്കെപ്പോഴും തിന്നണ വിചാരമല്ലേ ഉള്ളു. ഇത് അതൊന്നും അല്ല. ഇപ്പൊ കാണിച്ചരാമേ. ഓ മാനം കാണും. അതെ പതുക്കെ കാണിച്ചരാമേ. നിങ്ങൾ കണ്ടു. അയ്യോ മാനം കാണും. ബുക്കിനകത്തെ മാനം കാണാതെ വെച്ചിരുന്നുണ്ടല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത്രയും നടക്കും. നിനക്കിത് എവിടെ നിന്ന് കിട്ടിയിടി ചക്കി? എന്റെ വല്യമ്മ മലക്കോയില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വേടിപ്പിച്ചു, മാമാ എനിക്കൊരു മൈപ്പിയില് കൊണ്ടുവരണേന്ന്. അങ്ങനെ എനിക്ക് കൊണ്ടുവരണേ. എന്റെ വേറൊരു സാധനം കൂടി ഉണ്ട്. അന്റെ കളർ തൂവല് പൗഡർ ഇട്ട് വെച്ചാലേ വേഗം പ്രസവിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടില് കുട്ടിക്കോറ പൗഡർ ഇട്ട് വെച്ചേക്കാണ്. അജന്ത കളർ തൂവല്. ഓ നിന്റെ മയിൽപ്പിനെയും കളർ തൂവലൊക്കെ കിട്ടിയല്ലേ. എടി ചക്കി ഇത് പ്രസവിക്കുമ്പോ ഒരു കുഞ്ഞിനെ എനിക്കൂടെ തരണേടി. പൗഡർ ഇട്ട് വെച്ചിരുന്നാലേ തോനെ പ്രസവിക്കും. അപ്പൊ എന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് 2 പേർക്ക് ഞാൻ തരാമേ. നീ ഇത് അടച്ചു. ആരെങ്കിലും കണ്ടാലേ ഇത് മോട്ടിച്ചോണ്ട് പോവും. അമ്മളിൽ ഇതുണ്ടെന്ന് ആരോടെയും പറയണ്ട. അയ്യോ ചക്കി പോവല്ലേ, ഞാൻ ദാ വരണേ. ആ നിനക്ക് പുതിയ യൂണിഫോം മേടിച്ചാടി. ഓ കൊള്ളയൊക്കെ ചെയ്യാം. പക്ഷെ ഇത് നിനക്ക് ഭയങ്കര വലുതല്ലേടി. അതേടാ എന്റെ അമ്മ പറഞ്ഞേ ഈ പുതിയതേന്ന് നമുക്ക് അടുത്ത വർഷം ഇടാൻ. അതുകൊണ്ടാണ് ഇപ്പോഴേ ഇത്രയും വലുത് തച്ചത്. അടുത്ത വർഷം ഞാൻ വലുതാവൂല. അപ്പൊ എനിക്കിത് കണക്കാവും. നിനക്ക് പുതിയത് തച്ചില്ലേടാ? അമ്മ പറഞ്ഞ് ഈ കൊല്ലം കൂടെ ഈ യൂണിഫോം ഇടാൻ, അടുത്ത കൊല്ലം എനിക്ക് പുതിയത് കഴിക്കുമെന്ന്. നീ സംസാരിച്ചോണ്ടിരിക്കാതെ വെക്കാം. ഇന്ന് നേരത്തെ സ്കൂളിൽ പോണം. എടി ചക്കി ഞാൻ ശ്വാസം വിടുമ്പോഴേ എന്റെ ഈ ഉടുപ്പങ്ങാനം പൊട്ടിപ്പോയാ നീ എനിക്ക് കുത്താ ഒരു പിന്നെ തരണേടി. അയ്യോ എടാ എന്റെ ഈ പാവാട കുത്തിക്കണ ഒരു പിന്നേ ഉള്ളൂ. അതെടുത്താ ഈ പാവാട ഊരിപ്പോവും. നിനക്ക് ഞാൻ നാളെ രാവിലെ പിന്നെ കൊണ്ട് തരാമേ. നാളെ മറക്കല്ലേടി. വായിക്കണ സമയത്ത് എല്ലാരും ബുക്കിൽ തന്നെ നോക്കിയിരിക്കണം. ഇടയ്ക്ക് ഞാൻ ചോദിക്കും. ആദ്യം ഡൊണ്ടു വേണ്ടിട്ട് വായിര്. വടക്കൻ മലയിലെ പടുകൂറ്റൻ അപ്പിപ്പറയ്ക്ക് വായിക്കണൊക്കെയാണ്. നിന്റെ അക്ഷരങ്ങൾ വല്ലതും കാണാതെ പോയാ എടാ. നീ ഉച്ചത്തൊക്കെ കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് സ്കൂളിൽ കാണുന്നത്. ഇന്നത്തെ പീരീഡ് തീരെ വരെ നീ ഇവിടെ തന്നെ നിക്കണം. ബാക്കി അണക്കൂട്ട വൈര്. എവിടെ എത്തി? ചക്കി കഞ്ഞിപ്പെരയിലെത്തി. ചള്ളം കുറിച്ച് വാങ്ങി നോക്കി ഇരുന്നിട്ട് വായിടാ അങ്ങാട്ട്. ഇവിടെ 10 പരുന്തും അത് കണ്ടു. പറന്നു. ജപിച്ച് തീർന്ന കളിക്കാൻ വിടുമ്പോ ഇങ്ങനെയല്ലല്ലോ നിന്റെ നാക്കി സ്കൂള് മൊത്തം കേക്കണത്. ചക്കി ഡുണ്ടു വായിച്ചെന്റെ ബാക്കിയോട്ട് വായിര്. ബാക്കി നീ വായിരി. ചക്കി വരി കണ്ടില്ല. അയ്യോ ചക്കീരെ വരി കണ്ടില്ലേ? നിങ്ങളെ കയ്യിലെങ്ങാണ്ട് ഇരിക്കണേ അവളെ വരിയും കൊടുത്താൻ അവള് വായിക്കട്ടെ. ഇത്രയും പഠിക്കാത്തൊരു പിള്ളേരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നാളെ തൊട്ട് ഈ ക്ലാസ് പഠിപ്പിക്കാൻ ഞാൻ കയറൂല. പഠിപ്പിക്കാൻ സരസം പഠിക്കാൻ വരില്ലല്ലോ. നീ നോക്കിയോ ഇന്ന് ടീച്ചറിന് പനി വരും. അതുകൊണ്ട് പഠിത്തമില്ല, വീട്ടിൽ പൊക്കോളാൻ പറയും. ഇന്നലെ പുളിമുട്ടായി മേടിച്ചിട്ട് ബാക്കി 25 പൈസ ഇല്ലായിരുന്ന അത് ഞാൻ കാണിക്കലിട്ടിട്ട് നല്ലപോലെ പ്രാർത്ഥിച്ചു, ദൈവമേ ടീച്ചറിന് പനി വരണേന്ന്. എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എങ്കിൽ ഞാനും എഴുതൂലായിരുന്നു. ഇത് ഞാൻ കഷ്ടപ്പെട്ടാണ് എഴുതിയത്. പക്ഷെ ഒരു കാര്യം ഉണ്ടടാ. നീ ഇന്നാളെ 50 വയസ്സായിട്ട് പ്രാർത്ഥിച്ചില്ലേ ദാസപ്പൻ സാറിന്റെ കൈയൊടിയുന്നേന്ന്. എന്നിട്ട് ദാസപ്പൻ സാറിന്റെ കൈയൊടിഞ്ഞില്ലെന്ന് നിനക്കത് അടിയും കിട്ടി.
ഇത് അത് കണക്കല്ലേ ഈ ചക്കി. ഇന്ന് ഉറപ്പായിട്ടും ടീച്ചറിന് പനിയും വരും, നമുക്കിന്ന് പഠിത്തവും കാണൂല. അയ്യോ ചക്കി അട്ട. അയ്യോ അയ്യോ. എടി ചക്കി നമുക്കിന്നെ റോക്കറ്റ് വിടാം. നീ എല്ലാടാ പറഞ്ഞ ടീച്ചറിന് പനി വരാൻ എന്നിട്ട് പാല് മേടിച്ചോണ്ട് വരും. അയ്യോ എടി ചക്കി ഞാൻ ഒന്നും എഴുതിരടി ഒത്തി കാണിച്ചാടി. ഞാനിവിടെ എഴുതിക്കോട്ടടി. ചക്കി ഇതിന് സാരിവാല സിലോപ്പി ഉണ്ടടി. ഓടിവാ പാലിയടി സിലോപ്പി. നീല സാരിവാല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കിട്ടിയ ജോഡി ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഇതിലൊരു സ്രാവിന്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ രമേശ് നമുക്ക് 2,500 രൂപയ്ക്ക് കൊടുക്കായിരുന്നു. സ്രാവിന്റെ കുഞ്ഞ് ചക്കി നീ ആ രമേശിന്റെ അടുത്ത് പറയുന്നത് ഇവിടെ സ്രാവും കുഞ്ഞുണ്ടായിരുന്നു. അമ്മക്ക് എന്നെ എല്ലാത്തിനെയും പിടിച്ചു. ചക്കി ഈ സിലോപ്പിയും ജോഡിയാണ്. സാരി വാല 2 ജോഡിയുണ്ട്. നീലയുണ്ട് ചോപ്പുണ്ട്. സാരി വാലയ്ക്ക് വില കൂടുതലാണ്. 1.5 രൂപയെ കുറഞ്ഞ് കൊടുക്കരുത്. ദുണ്ടു ഈ കളർ മീനുള്ള സ്ഥലം അവര് കണ്ടുപിടിക്കണ എന്തോ. ഞാൻ അവന്റെ അടുത്ത് പറയാ ഇവിടെ വലിയൊരു മുതലുണ്ടെന്ന്. ആ മണ്ട പേടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരുക. ഓ ഇന്ന് എന്നാ നിങ്ങൾ 2 പേരുടെ മുട്ടായി നോട്ടിരിക്കണ. നീട്ടടാ കഴിഞ്ഞാട്ട് കഴിഞ്ഞാട്ട് 2 പേരും ഇനി കടയിൽ കയറുന്നത് ഞാൻ കണ്ട. പെട്ടെന്ന് ഇതങ്ങാട്ട് എഴുതിയെടു. കുഴിയാനേ വാ 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 പാലും പഴവും തരാ ഞാൻ. കുഴിയാനേ വാ വാ വാ. അതങ്ങ് വിശ്വസിച്ചേട്ടാ. എടാ ഇവിടെയും കൂടെ ഇടടാ. ഒരേ കത്തി കിട്ടണേ നീ. ഇവിടെ അണ്ടാടുണ്ടോ കൊറേ കിട്ടി കുഴിയാണ്. കുയ്യാനെ നമ്മക്ക് ഇന്ത്യയിലെ പടം വരച്ചു തരണേ. ആ താണ്ടേടാ ഇവിടെ ഒന്ന് വരച്ചു തുടങ്ങി. എന്റെ വീട്ടിലെ കുഴിയാന നല്ലപോലെ പടം വരയ്ക്കുമല്ലേ. നീ കയ്യം കണ്ടിട്ടാണ് ഇത് തട്ടും കുഴിയാനൊക്കെ പടം വരയ്ക്കണ തെറ്റും. ആ എടാ ഇത് ഇന്ത്യയിലെ പടമല്ല വരയ്ക്കണത്, ഇത് ലോകത്തിന്റെ പടമാണ് വരയ്ക്കണ. ആ തന്നടാ താണ്ട് ഇവിടെ ഒരു ചുഴിയുണ്ട. അത് ബംഗാൾ ഉൾക്കടലിന്റെ ചുഴിയാണോ വരച്ചത്. ഓ എല്ലാം അറിയാം കുഴിയാനൊക്കെ. ആണ്ടയുടെ മണിക്കുട്ടൻ നിന്റെ അടുത്ത് കണ്ട ഒരു വാഴക്കപ്പം കണക്ക് കിടക്കണില്ല. അതാണ് കേരളം. അതെ അതിന്റെ മണ്ടയിലോട്ട് ഇന്ത്യയിൽ വരച്ചരച്ച് പോവേ. ഇനി അത് വരയ്ക്കും. എടി ചക്കി ഇന്ത്യയുടെ പടം ഇവിടെയല്ല ഇവിടെയാണ്. താണ്ട് ഈ അറ്റത്ത് ജമ്മു കാശ്മീർ ഇരിക്കണേ. അവിടെ വാഴക്കപ്പം കണക്കിരിക്കണത് ആഫ്രിക്കയാണ്. അതിന്റെ അപ്പുറത്തിരിക്കണ അന്റാർട്ടിക്ക. ആ കണ്ണടി പാറു താണ്ട് ഒരു കൊച്ചു കുഴിയാനെ പെൻകിന്റെ പടം വരയ്ക്കണ്. അണ്ട് നോക്കിയാണ് ഈ കുഴിയാനൊക്കെ എല്ലാം അറിയാം. നാണ്ട് അമേരിക്കയിലെ തൊട്ട് ഇപ്പുറത്ത് തന്നെ പാകിസ്ഥാൻ വരച്ചാണ്ട. അമ്മക്ക് ഈ കുഴിയാനേനെ കുപ്പിയിലടച്ചു വെച്ചിട്ട് നാളെ ഡുണ്ടൂണ്ടാച്ചെന്നെ പടം വരപ്പിക്കാമേ. അവനാണ്